മൈ ഡെയിലി ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കാണിക്കുന്ന വീഡിയോ ഇഞ്ചി നട്ടിരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഇഞ്ചി നടുന്നതിന് നമുക്ക് പ്രത്യേകിച്ച് ഒരു സ്ഥലമോ ഒരു പാത്രമോ ആവശ്യമില്ല. നമ്മളുടെ വീടുകളിലൊക്കെ ഈ ടയറുകൾ, ബൈക്കിൻ്റെ ടയറുകൾ തുടങ്ങിയിട്ടുള്ള ടയറുകളൊക്കെ കിടക്കുന്നുണ്ടായിരിക്കും. അത് നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ട് അതിലൊന്ന് മണ്ണ് നിറച്ച് ഇഞ്ചി നട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നല്ല വിളവ് കിട്ടുന്നതാണ്. ഈ ടയറുകളൊക്കെ നമ്മൾ പുറത്തിട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ, അതിനകത്ത് വെള്ളം നിറഞ്ഞ് അതിനകത്ത് കൂത്താടി ഉണ്ടാകും. പല വിധത്തിലുള്ള ജീവികളും വളർന്ന് നമുക്ക് ശല്യമുണ്ടാകുന്ന രീതിയിലുള്ള വളർച്ചയായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിലും നല്ലതാണ് നമ്മൾ ഈ ടയറൊക്കെ എടുത്തു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടല്ലോ, നന്നായിട്ട് മണ്ണും വളവും ഒക്കെ ഇട്ട് ഇഞ്ചി, മഞ്ഞൾ, ഇതുപോലത്തെ എന്തെങ്കിലും പച്ചക്കറികൾ ഒക്കെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള വിളവ് കിട്ടും. അങ്ങനെ ഞാൻ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് കാണിച്ചിരിക്കുന്നത്. മൈ ഡെയിലി ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കാണിക്കുന്ന വീഡിയോ ഇഞ്ചി നട്ടിരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഇഞ്ചി നടുന്നതിന് നമുക്ക് പ്രത്യേകിച്ച് ഒരു സ്ഥലമോ ഒരു പാത്രമോ ആവശ്യമില്ല. നമ്മളുടെ വീടുകളിലൊക്കെ ഈ ടയറുകൾ, ബൈക്കിൻ്റെ ടയറുകൾ തുടങ്ങിയിട്ടുള്ള ടയറുകളൊക്കെ കിടക്കുന്നുണ്ടായിരിക്കും. അത് നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ട് അതിലൊന്ന് മണ്ണ് നിറച്ച് ഇഞ്ചി നട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നല്ല വിളവ് കിട്ടുന്നതാണ്. ഈ ടയറുകളൊക്കെ നമ്മൾ പുറത്തിട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ, അതിനകത്ത് വെള്ളം നിറഞ്ഞ് അതിനകത്ത് കൂത്താടി ഉണ്ടാകും. പല വിധത്തിലുള്ള ജീവികളും വളർന്ന് നമുക്ക് ശല്യമുണ്ടാകുന്ന രീതിയിലുള്ള വളർച്ചയായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിലും നല്ലതാണ് നമ്മൾ ഈ ടയറൊക്കെ എടുത്തു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടല്ലോ, നന്നായിട്ട് മണ്ണും വളവും ഒക്കെ ഇട്ട് ഇഞ്ചി, മഞ്ഞൾ, ഇതുപോലത്തെ എന്തെങ്കിലും പച്ചക്കറികൾ ഒക്കെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള വിളവ് കിട്ടും. അങ്ങനെ ഞാൻ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് കാണിച്ചിരിക്കുന്നത്.